ഹലോ ആൻഡ് വെൽക്കം ടു ഫിറ്റേർല. എല്ലാവർക്കും സ്വാഗതം. യോഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സൂര്യ നമസ്കാർ. അപ്പോൾ ഇന്ന് നമ്മൾ സൂര്യ നമസ്കാർ അല്ലെങ്കിൽ സൺ സാല്യൂട്ടേഷൻ ആണ് ചെയ്യാൻ പോണത്. പണ്ട് കാലത്ത് സൂര്യ നമസ്കാർ ചെയ്തുകൊണ്ടിരുന്നത് സൂര്യന് ഉള്ള പ്രാർത്ഥനയായിട്ടായിരുന്നു. പ്രയർ ടു ദ സൺ. സൂര്യ നമസ്കാർ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. മോർണിംഗ് ചെയ്യാൻ സമയമില്ല, ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഈവനിങ്, വൈകുന്നേരം ഡിന്നറൊക്കെ കഴിക്കുന്നതിൻ്റെ മുമ്പേ, വെൻ യുവർ ടമ്മി ഈസ് നോട്ട് ഫുൾ, നിങ്ങളുടെ വയറ് കാലിയായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. അത് നല്ല സമയമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. 12 steps ആണ് സൂര്യ നമസ്കാരമുള്ളത്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് 12 postures. അപ്പോൾ ഓരോ പോസ്റ്ററും വൺ ആഫ്റ്റർ ദി അതർ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫ്ലോയിൽ, ഒരു കണ്ടിന്യൂറ്റിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സൂര്യ നമസ്കാരം നല്ല എക്സലൻറ്റ് സ്ട്രെച്ച് ആണ് എൻറ്റയർ ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ മസിൽസ് ഒക്കെ ടോൺഡ് ആവും. ഗ്രാജുവലി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സൂര്യ നമസ്കാരം നമുക്ക് ഒന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് ഒരു പ്രാക്ടീസ് ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു വാമപ്പ് ആയിട്ട് നമ്മൾ ആസനാസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പേ വാമപ്പ് ആയിട്ടും സൂര്യ നമസ്കാരം നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി, നെക്കിനോ ബാക്കിനോ മുട്ടിനോ നീനോ എന്തെങ്കിലും ഇഞ്ചുറി, അതേപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യൻ്റെ അടുത്ത്, നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ പ്രാക്ടീസ് തുടങ്ങാം. ഈ പ്രാക്ടീസിന് മാത്രമല്ല എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയും തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് 12 postures 1 by 1 ആയിട്ട് അതിൻ്റെ കറക്റ്റ് ബോഡി അലൈൻമെൻറ്റ് ശരിയായ രീതിയിൽ, കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഈച്ച് പോസ്ചർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. അപ്പം നമുക്ക് സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കല്ലേ. സ്റ്റെപ്പ് 1, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നമസ്തേ അല്ലെങ്കിൽ പ്രെയർ പൊസിഷനിൽ വരിക. സ്റ്റെപ്പ് 2, കൈകൾ രണ്ടും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ചെറുതായിട്ട് പുറകിലേക്ക് ആർച്ച് ചെയ്യുക. സ്റ്റെപ്പ് 3, നല്ല ഒരു സ്ട്രെച്ചോടെ മുമ്പിലേക്ക് ഫോർവേഡ് ബെൻഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം അടിയിലേക്ക് പോവുക, തല ഡ്രോപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 4, ലെഫ്റ്റ് ലെഗ് മാക്സിമം ബാക്കിലേക്ക് വെക്കുക, മുട്ട് നിലത്ത് കുത്തുക. അതേപോലെ തന്നെ ലെഫ്റ്റ് ഫുട്ടും ഫ്ലാറ്റായി പ്ലേസ് ചെയ്യുക. സ്റ്റെപ്പ് 5, റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിൻ്റെ ഒപ്പം കൊണ്ടുവരിക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. എൻറ്റയർ ബോഡി സ്ട്രെയിറ്റ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റെപ്പ് 6, ആദ്യം വന്നിട്ട് മുട്ട്, പിന്നെ ചെസ്റ്റ്, ചിന്ന്, ഇത് 3 നിലത്ത് പ്ലേസ് ചെയ്യുക. ഹിപ്സ് പൊന്തിയിട്ട് തന്നെ ഇരിക്കും. സ്റ്റെപ്പ് 7, അപ്പർ ബോഡി ഒന്ന് പൊന്തിച്ചിട്ട് ചെറുതായിട്ട് ബാക്കിലേക്ക് ആർച്ച് ചെയ്യുക, മുകളിലേക്ക് നോക്കുക. സ്റ്റെപ്പ് 8 വന്നിട്ട് ടോസ് ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക, ഹിപ്സ് നന്നായിട്ട് പൊന്തിക്കുക, നിങ്ങളൊരു ഇൻവേർട്ടഡ് വി പൊസിഷനിൽ വരിക. സ്റ്റെപ്പ് 9, ലെഫ്റ്റ് ലെഗ് മുമ്പിലേക്ക് കൊണ്ടുവരിക, റൈറ്റ് നീ വന്നിട്ട് നിലത്ത് പ്ലേസ് ചെയ്യുക, റൈറ്റ് ഫുട്ടും അതെ ഫ്ലാറ്റ് ആക്കിയിട്ട് വെക്കുക, മുകളിലേക്ക് നോക്കുക. സ്റ്റെപ്പ് 10, പുറകിലത്തെ കാലും മുമ്പിലത്തെ കാലിനോട് ഒപ്പം വെക്കുക. എന്നിട്ട് മാക്സിമം അടിയിലേക്ക് പോവുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് തല ഡ്രോപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 11, നല്ലൊരു സ്ട്രെച്ചോടെ പൊന്തി വരിക, എന്നിട്ട് ചെറുതായിട്ട് പുറകിലേക്ക് ആർച്ച് ചെയ്യുക. സ്റ്റെപ്പ് 12, നമസ്തേ പൊസിഷനിൽ വന്നിട്ട് ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇപ്പം നമ്മൾ സൂര്യ നമസ്കാരം ലെഫ്റ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്യാൻ പോണത്. നമസ്തേ പൊസിഷനിൽ വരിക, പറ്റുന്നത്രയും ബാക്കിലേക്ക് ആർച്ച് ചെയ്യുക, തല വന്നിട്ട് 2 കൈകളുടെയും ഇടയിലാവും. ബാക്ക് ഫ്ലാറ്റായിട്ട് മുമ്പിലേക്ക് വരിക, കൈകൾ കാലുകളുടെ പുറത്ത് പ്ലേസ് ചെയ്യാൻ നോക്കുക. ബുദ്ധിമുട്ടുള്ളവർ മുട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, മുമ്പിലത്തെ കാലത്തെ നീയും ആങ്കിളും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. മുട്ട് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മുട്ടിൽ പ്രഷർ വരും. ഇവിടെ ഷോൾഡറും റിസ്റ്റും ഒരു ലൈനിലായിരിക്കും. അതേപോലെ തന്നെ നെക്കും സ്പൈനും ഒരേ ലൈനിലാവണം. ഈ പൊസിഷനിൽ കൈമുട്ടുകൾ, എൽബോസ് വന്നിട്ട് മാക്സിമം ബോഡിക്ക് ക്ലോസ് ആക്കി വെക്കുക. ചിൻ അല്ലെങ്കിൽ ഫോർഹെഡ് നിലത്ത് പ്ലേസ് ചെയ്യുക. ഫീറ്റ് വന്നിട്ട് ഫ്ലാറ്റൻ ആക്കി വെക്കുക നിലത്ത്. ലോവർ ബാക്കിന് അത് കുറേയും കൂടി കംഫർട്ട് കൊടുക്കും. ഇൻവേർട്ടഡ് വി പൊസിഷനിൽ നിങ്ങളുടെ ഹീൽസ്, നിങ്ങളുടെ കാലുകളുടെ ഉപ്പൂറ്റി വന്നിട്ട് മാക്സിമം നിലത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുക. ഈ പൊസിഷനിൽ ഹിപ്സ് മാക്സിമം ഡൗൺ ആക്കിയിട്ട് അടിയിലേക്ക് വെക്കുക, ചെസ്റ്റ് ഓപ്പൺ ആക്കുക, ചിന്നപ്പ് ചെയ്യുക. പുറകിലത്തെ കാല് വന്നിട്ട് മുമ്പിലത്തെ കാലിൻ്റെ ഒപ്പം കൊണ്ടുവരിക, ഫോർവേഡ് ബെൻഡിങ് പൊസിഷനിൽ വരിക. കൈകൾ മുമ്പിലേക്ക് കൊണ്ടുവരിക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ആർച്ചോടെ ബാക്കിലേക്ക് പോവുക. എന്നിട്ട് നമസ്തേ പൊസിഷനിൽ വരിക. ഇപ്പം നമ്മൾ 1 റൗണ്ട് ഓഫ് സൂര്യ നമസ്കാർ ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രാവശ്യം ലെഫ്റ്റിൽ, ഒരു പ്രാവശ്യം റൈറ്റിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയാണ്. നമ്മളിന്ന് ഓരോ പോസ്ചറും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യുക എന്ന് കണ്ടു കഴിഞ്ഞു. നമ്മളിനി അടുത്ത സെഷനിൽ സൂര്യ നമസ്കാരിൽ ബ്രീത്തിങ് ഇൻവോൾവ് ചെയ്തിട്ട്, നമ്മുടെ ശ്വാസം, ബ്രീത്തിങ് ഫോക്കസ് ചെയ്തിട്ട് സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുവരെ നന്ദി, നമസ്കാരം.